എറണാകുളം ജില്ലയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന 596 ദുരിതാശ്വാസ ക്യാമ്പുകളുടെ നിയന്ത്രണമാണ് ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരിക്കുന്നത്. ക്യാമ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് നടപടി. ചില സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലുകൾ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ക്യാമ്പുകളുടെ മേൽനോട്ട ചുമതല. താലൂക്ക് തലത്തിൽ തഹസിൽദാർമാരും വില്ലേജ് തലത്തിൽ വില്ലേജ് ഓഫീസർമാരും മേൽനോട്ടം വഹിക്കും. ക്യാമ്പ് ഓഫീസർമാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. എറണാകുളം സെന്റ് ആൽബർട്ട്സിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തഹസിൽദാർ ഇടപെട്ട് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞു. ഇതിനിടെ ഒരു കൂട്ടം ആളുകൾ തഹസിൽദാരെ തടഞ്ഞുവെച്ചു. എന്നാൽ തഹസിൽദാർ വഴങ്ങാൻ കൂട്ടാക്കിയില്ല. സെൻ്ററുകളെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ വന്ന് പതിവുപോലെ കൊണ്ടുപോകുന്ന സെൽഫ് ഡൊമസ്റ്റിക് മനുഷ്യർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ പോലീസിൽ ഉപയോഗിച്ച് തടഞ്ഞു. എന്നിട്ട് വാർത്ത വരികയാണ് ഇത് രൂപത തട്ടിക്കൊണ്ടുപോകണം. സെൻറ് ആൽബർട്ട്സ് കോളേജിനെ പോലെ വളരെ പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇത്രയധികം സേവനം ചെയ്തിട്ട് അവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിലുള്ള വാർത്ത പുറത്തു വന്നത് തീർച്ചയായും ദുഃഖകരമാണ്. കഴിഞ്ഞ ദിവസം നായരമ്പലത്തെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായ സംഘർഷത്തിൽ CPM ഏരിയ സെക്രട്ടറി ഉല്ലാസിനെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.